ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് നെറൂട്ടയുടെ പടമാണ് വരയ്ക്കാൻ പോകുന്നത്. മുഖത്തിനായി ഒരു വര വരച്ചതിന് ശേഷം ഓവൽ ഷേപ്പിലുള്ള ഒരു വട്ടം വരച്ച ശേഷം നമ്മൾ അവിടെ 3 വരകൾ വരയ്ക്കണം. ഇത് നെറൂട്ടയുടെ കണ്ണുകൾ വരയ്ക്കാനും മുടി വരയ്ക്കാനുമാണ് ഉപയോഗിക്കുന്നത്. മുടി വരയ്ക്കാനായി നമ്മൾ ത്രികോണ രൂപത്തിലുള്ള കുറച്ച് വരകൾ വരയ്ക്കണം. ഇങ്ങനെയാണത് വരയ്ക്കേണ്ടത്. നീളത്തിൽ ഒരു വര വരച്ച് വളച്ച് വേണം അത് വരയ്ക്കേണ്ടത്. ഇതിന് ശേഷം നമ്മൾ ബാൻഡ് വരയ്ക്കുന്നതാണ്. നീളത്തിൽ വളച്ചായിരിക്കും നമ്മളത് വരയ്ക്കുന്നത്. ഇതുപോലെ നമ്മൾ ആ വട്ടം മുഴുവനായി വരയ്ക്കണം. ഇതിനുശേഷം നമ്മൾ ബാൻഡ് വരയ്ക്കാൻ പോവുകയാണ്. ബാൻഡ് വരയ്ക്കാനായി നെറൂട്ടയുടെ തലയിലുള്ള ചുളുക്കുകൾ നമ്മൾ അടയാളപ്പെടുത്തണം. അതിനുശേഷം നമ്മൾ നെറൂട്ടയുടെ ബാൻഡിലുള്ള സിമ്പലുകൾ വരയ്ക്കണം. ഇനി നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത് നെറൂട്ടയുടെ ചെവിയും ബാക്കി മുടിയുള്ള ഭാഗങ്ങളുമാണ്. അതിനായി നമ്മൾ ഒരു വട്ടം പോലെ വരയ്ക്കണം ആദ്യം. അതിനുശേഷം നമ്മൾ മുടി വരയ്ക്കുന്നതായിരിക്കും. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇങ്ങനെയാണത് വരയ്ക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ആ വട്ടം ചെറുതായിട്ട് ചുരുക്കി വേണം ബാക്കിയെല്ലാം വരയ്ക്കേണ്ടത്. ഇങ്ങനെയാണത് വരയ്ക്കേണ്ടത്. അതിനുശേഷം നമ്മളിനി കണ്ണുകളാണ് വരയ്ക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം പീകം വരച്ചതിന് ശേഷം നെറൂട്ടയുടെ കണ്ണ് വരച്ചിട്ട് അവിടെ ഒരു വട്ടം വരയ്ക്കണം മുകളിൽ. എന്നിട്ട് കുറച്ച് 2-3 വട്ടങ്ങൾ വരച്ചതിന് ശേഷം 2 സൈഡിലും വരച്ച് മൂക്ക് വരച്ച് നെറൂട്ടയുടെ കവളിലുള്ള 3 വരകളും വെക്കണം. അതിനുശേഷം ചിരിക്കുന്ന ഇതിനായി നമ്മൾ ഒരു സൈഡ് കൂർപ്പിച്ച് വേണം ചുണ്ടുകളും എല്ലാം വരയ്ക്കേണ്ടത്. പിന്നെ നമ്മൾ എല്ലാം നല്ലതുപോലെ മായ്ച്ച് വേണം ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ കെട്ടിയ എല്ലാ ബാൻഡുകൾ അടയാളപ്പെടുത്താനായിട്ട് 2-3 വരകൾ വരയ്ക്കുക. അതിനുശേഷം നമ്മൾ